നമസ്കാരം. സോം ജെയ്സ് മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ മാർക്കറ്റ് എങ്ങനെ അവസാനിച്ചു? താഴോട്ടുള്ള ചലനത്തിന് വ്യത്യാസമൊന്നും വന്നില്ല. ഈ ആഴ്ചയും താഴോട്ട് തന്നെ പോയി. മാർക്കറ്റിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് എല്ലാവരും ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കരടികളുടെ പിടിയിലേക്ക് മാർക്കറ്റ് പോകുമോ എന്ന് എല്ലാവരും സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രതീക്ഷാനിർഭരമായ ന്യൂസുകളല്ല പലതും വരുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. സാമ്പത്തിക രംഗത്ത് നിന്ന് വരുന്ന പല ന്യൂസുകളും അത്രയേറെ പ്രതീക്ഷ നൽകുന്നുണ്ടോ എന്ന് സംശയമാണ്. കമ്പനികൾ പുറത്തുവിടുന്ന രണ്ടാം പാദത്തിലെ റിസൾട്ടുകൾ പലതും മാർക്കറ്റിന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ആകുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായിട്ടും മാർക്കറ്റിൽ കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ലോക മാർക്കറ്റുകളെല്ലാം മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നുണ്ടോ? അതോ ഇന്ത്യയിൽ മാത്രമാണോ അതിന് സാധ്യത? ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ഉയരുന്നുണ്ട്. കരടികളുടെ പിടിയിലേക്ക് മാർക്കറ്റ് വീഴാൻ ഇനിയും കുറെ കൂടി താഴോട്ട് പോകേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് സാധാരണ ഒരു കറക്ഷനായി മാത്രം കാണുന്നവരുമുണ്ട്. 10% കൂടി, ഒരു 10% കൂടി കറക്ഷൻ വന്നാലേ കരടികളുടെ പിടിയിലാവുകയുള്ളൂ എന്നാണ് കുറെ പേർ പറയുന്നത്. ഇപ്പോൾ തന്നെ കരടികളുടെ പിടിയിലാകുന്നു എന്ന് വിചാരിക്കുന്ന കുറച്ചു പേരുമുണ്ട്. മാർക്കറ്റിനെ അവരവരുടെ ആ കാഴ്ചപ്പാടനുസരിച്ച് വിലയിരുത്തുകയാണ് ഓരോരുത്തരും. മാർക്കറ്റിൽ ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ആളായിരിക്കും എന്ന് നമുക്കറിയാം. എല്ലാവരും തന്നെ അവരുടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മാർക്കറ്റിൽ വന്ന ഈ താഴ്ച കൊണ്ട് അവരുടെ എല്ലാം അസറ്റുകൾ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അല്ലാത്ത അപൂർവം ചിലരുണ്ടായിരിക്കാം. പക്ഷേ സാധാരണഗതിയിൽ മാർക്കറ്റ് 10% താഴുമ്പോൾ മിക്കവരുടെയും പോർട്ട്ഫോളിയോയെങ്കിലും ഒരു 5%-നും 10%-നും ഇടയിൽ താണിട്ടുണ്ടാവും. അതിൽ കൂടുതൽ താഴ്ചകൾ വന്ന ഷെയറുകളുമുണ്ട്. അതുള്ളവരുടെ പോർട്ട്ഫോളിയോ വീണ്ടും കുറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, മാർക്കറ്റിൽ നിങ്ങൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ വിജയമോ പരാജയമോ തീരുമാനിക്കാവുന്ന ഒരു സമയമാണ് ഇതെന്ന് പറയാൻ പറ്റില്ല. ലോങ് ടേമിലേക്കുള്ള നിക്ഷേപങ്ങൾക്ക് വേണ്ടി മാത്രമേ മാർക്കറ്റിനെ സമീപിക്കേണ്ടതുള്ളൂ എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പോകുന്നവർക്ക് ഇപ്പോഴും ട്രേഡ് ചെയ്യാം. അത് മാർക്കറ്റ് കയറി പോകുമ്പോഴും താഴോട്ട് പോകുമ്പോഴും ഒക്കെ ട്രേഡ് ചെയ്യാം. അവർ അതിൽ നിന്ന് കാശുണ്ടാക്കട്ടെ ഉണ്ടാക്കാതിരിക്കട്ടെ. ഞാൻ ആ വിഭാഗക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ടാണ് ലോങ് ടേം നിക്ഷേപത്തെക്കുറിച്ച് മാത്രം പറയാൻ ആഗ്രഹിച്ചത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇപ്പോഴത്തെ അവസ്ഥയും നിങ്ങൾ മാർക്കറ്റിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ലോങ് ടേമിലേക്ക് തന്നെ ആയിരിക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മാർക്കറ്റ് ബിയർ മാർക്കറ്റാണെന്ന് കരുതിയിട്ട് മാർക്കറ്റ് ചലിക്കാതെ അങ്ങനെ പോവുകയൊന്നുമില്ല. മാർക്കറ്റ് മുന്നോട്ടും താഴോട്ടും ഒക്കെ ചലിക്കും. അപ്പോഴും നമ്മൾ നോക്കേണ്ടത് നല്ല കമ്പനികൾ, നല്ല റിസൾട്ടുകൾ തരുന്ന ഫണ്ടമെന്റലി സ്ട്രോങ് ആയ കമ്പനികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഒരു ദിവസത്തെ നിക്ഷേപത്തിനോ ഒരു വർഷത്തെ നിക്ഷേപത്തിനോ വേണ്ടിയല്ല നമ്മൾ ഇതിനെ സമീപിക്കുന്നതെന്ന് തീരുമാനിച്ചതിന് ശേഷം വേണം ഇത്തരം സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാൻ. ഒരു കമ്പനിയും ഒരു വർഷം കൊണ്ടോ ഒരു മാസം കൊണ്ടോ നിങ്ങൾക്ക് അത്ര മികച്ച ഒരു വളർച്ചയിലേക്കൊന്നും പോകാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് മാർക്കറ്റിൽ ഇടപെടുക. ബിയർ മാർക്കറ്റുകളായിരുന്ന സമയങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഹർഷത് മേത്ത വന്നുപോയ 94-ന് ശേഷം മാർക്കറ്റ് വളരെയേറെ കാലം ഒരു ചലനത്തിന് ഒരു പ്രത്യേക റേഞ്ചിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലമാണ്. 2003 വരെ മാർക്കറ്റിലുണ്ടായത് ചില അവസരങ്ങളിൽ ഒഴിച്ച്, അതും വലിയ മുന്നേറ്റങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ മുന്നേറ്റങ്ങളും താഴ്ചകളും ഒക്കെയായി കടന്നുപോയ കാലമുണ്ട് മാർക്കറ്റിന്. ഒരു 3000 മുതൽ 5000 വരെ സെൻസെക്സ് ഒക്കെ നിന്ന സമയം. ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോവുകയും മാർക്കറ്റിലേക്ക് അതിൽ പണം ഒരുപാട് വരികയും ചെയ്തിട്ടുണ്ട്. ഇന്ന് എല്ലാ സാഹചര്യങ്ങളും മാറിയിട്ടുണ്ട്.
മാർക്കറ്റിൽ ഇടപെടുന്നവരും മാറിയിട്ടുണ്ട്, അവരുടെ ഉദ്ദേശങ്ങൾ മാറിയിട്ടുണ്ട്, അവരുടെ ടെക്നിക്കുകൾ മാറിയിട്ടുണ്ട്, അവർ ഉപയോഗിക്കുന്ന ടെക്നോളജികൾ മാറിയിട്ടുണ്ട്, എല്ലാത്തിനും മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ ബുൾ മാർക്കറ്റ് കഴിഞ്ഞ് ബെയർ മാർക്കറ്റിലേക്ക് വന്നു എന്ന് വിചാരിക്കും, എന്നാൽ പോലും നല്ല മൂവ്മെന്റുകളും നല്ല വളർച്ചയും കാണിക്കുന്ന സ്റ്റോക്കുകൾ ഉണ്ടാവും. പലതും അങ്ങനെയാണ്. 94-ലെ ഈ കറക്ഷൻ, ഹർഷത് മേത്തയുടെ ഇടപാടിന് ശേഷം പൊളിഞ്ഞുപോയ മാർക്കറ്റിൽ എന്നത്തേക്കും വേണ്ടി പതുക്കെ പതുക്കെ കയറി വന്നത് ടെക്നോളജി സ്റ്റോക്കുകളാണ്. Y2K പ്രതിഭാസമൊക്കെ വന്നത് ഓർക്കണ്ടോ? Y2K 2000 ആണ്ടിൽ നിന്ന് മില്ലേനിയം ചേഞ്ച് ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ സോഫ്റ്റ്വെയർ കമ്പനികളും ഒക്കെ മുതലെടുത്തു. അങ്ങനെ അവർ അതിൽ നിന്ന് വളർച്ച രേഖപ്പെടുത്തി. അങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് അന്ന് നിന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഒരു ബിയർ മാർക്കറ്റ് ആയാലും ബുൾ മാർക്കറ്റ് ആയാലും നല്ല ഷെയറുകൾക്ക് എപ്പോഴും സാധ്യതയുണ്ട്. ആ സാധ്യത നമ്മൾ മുതലെടുക്കുക. മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നവർ ഒരു സംശയവും വിചാരിക്കേണ്ട, ലോങ് ടേമിലേക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ആർക്കും നിക്ഷേപിക്കാം. കാരണം ഈ എക്കണോമി അങ്ങ് താഴോട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു പോകാൻ ഏതായാലും സാധ്യതയില്ല. ഈ ഒരു നൂറ്റാണ്ട് ഇന്ത്യയുടെ നൂറ്റാണ്ടാണ്. ഇന്ത്യക്ക് വളർത്തി മുന്നോട്ട് പോകാതിരിക്കാനാവുന്ന ഒരവസ്ഥയല്ല. കാരണം ഇവിടെയുള്ള ജനങ്ങൾ ഒരുപാട് പേർ 45 വയസ്സിൽ താഴെയുള്ള ഭൂരിപക്ഷമാണ്. അവർക്ക് ജോലി വേണം. ജോലി ചെയ്യാതെയും പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാതെയും രാജ്യത്തിന് മുന്നോട്ട് പോകാനാവില്ല. അതിനുള്ള കഴിവും സാമ്പത്തിക ശേഷിയുമുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രത്യേകത. അത് മുന്നോട്ട് ചലിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഇത് മാർക്കറ്റിന് ബിയർ മാർക്കറ്റ് ആകുന്നോ ഇല്ലയോ എന്നൊന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇപ്പോഴുള്ള സെക്ടറുകളിൽ മുന്നേറ്റം ഉണ്ടാക്കിയ പല സെക്ടറുകളിലും കടന്ന് പുതിയ പുതിയ സെക്ടറുകളായിരിക്കും ചിലപ്പോൾ മുന്നോട്ട് വരിക. മാർക്കറ്റ് താഴുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ഉയർച്ചയിൽ മുന്നോട്ട് വരിക. ആ മുന്നോട്ട് വരുന്ന സെക്ടറുകൾ ഏതാണെന്ന് നോക്കുക, അതിൽ നല്ല ഷെയറുകൾ തിരഞ്ഞെടുക്കുക, അതിൽ നിക്ഷേപിക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോഴല്ല, നമ്മളുടെ മാർക്കറ്റിനെ വീക്ഷിക്കുന്ന ഏത് സമയത്തും അങ്ങനെ തന്നെ വേണം. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമുക്കറിയാം, ഫാർമ മേഖല അത്രമാത്രം കോവിഡിന് ഒരു ഉയർച്ച അങ്ങ് ഉയർന്നു പോയതിനു ശേഷം അത് അത്രമാത്രം ഉയർച്ചകൾ കാണിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഈ API ഉൽപ്പാദിപ്പിക്കുന്ന, അതായത് കെമിക്കലുകൾ, ഈ ഡ്രഗ്സിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കലുകൾക്ക് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് വീണ്ടും വളർച്ചാ സാധ്യതയുള്ളതാണ്. അത് വളരെയേറെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതിന് മാർക്കറ്റിന്റെ ഇതെല്ലാം നോക്കുക. അത് ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ അത്യാവശ്യങ്ങൾ എന്നുമുള്ള മരുന്നുകൾക്ക് ആവശ്യമില്ലാത്ത സമയം വരില്ല. അങ്ങനെയുള്ള ഒരു സംവിധാനം, ആ സെക്ടറൊക്കെ ഒന്ന് സൂക്ഷിക്കുക. IT മേഖല ഇപ്പോൾ വലിയ മൂവ്മെന്റുകളില്ലാതെ കിടക്കുന്ന ഒരു സംവിധാനമാണ്. അത് പതുക്കെ ഉയർന്നു വരികയാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നു അമേരിക്കയിലേക്ക് നിക്ഷേപങ്ങളാകെ പോവുകയും അവിടെ വളർച്ച ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ശരിക്കും അമേരിക്കയിൽ വളർച്ച ഉണ്ടായാൽ ഇന്ത്യൻ IT കമ്പനികൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് മുതലെടുക്കും എന്നുള്ളതിന് സംശയമില്ല. ഇന്ത്യൻ IT കമ്പനികളുടെ സോഫ്റ്റ്വെയറുകൾ ആവശ്യമില്ലാത്ത പോകുന്ന ഒരു സംവിധാനമൊന്നുമല്ല. അമേരിക്കയാണ് ഏറ്റവും വലിയ എക്സ്പോർട്ടർ ഇങ്ങോട്ട്. ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന സോഫ്റ്റ്വെയറുകളിൽ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് അമേരിക്കയാണ്. നമ്മുടെ കമ്പനികൾ പലതും അമേരിക്കയിലാണ് അതിന് ബ്രാഞ്ചുകളും അതിൻ്റെ ഉൽപാദന മേഖലകളും ഒക്കെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതും നമ്മളുടെ ഈ ഇത്തരം ഷെയറുകളെ സ്വാധീനിക്കും. ആ രീതിയിലൊക്കെ തന്നെ വേണം കാണാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സെക്ടറുകൾ തിരഞ്ഞെടുക്കുക, ആ സെക്ടറുകളിലെ നല്ല ഷെയറുകൾ തിരഞ്ഞെടുക്കുക. അത്രയാണ് എനിക്ക് പറയാനുള്ളൂ. ബിയർ മാർക്കറ്റോ ബുൾ മാർക്കറ്റോ എന്ന് ചിന്തിക്കാതെ നിങ്ങൾ ഓരോ ഷെയറുകളെ കണ്ടെത്തുക, ആ ഷെയറുകളിലേക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ മാറ്റുക. ഒരു കാരണവശാലും മാർക്കറ്റിന് താഴെ മാത്രം കിടക്കാനാവില്ല. അത് ഉയർന്നു വരിക തന്നെ ചെയ്യും. ഏത് FIs പോയി കഴിഞ്ഞാലും തീർച്ചയായിട്ടും അവർ കൂടുതൽ സാധ്യതകൾ കാണുമ്പോൾ ഇങ്ങോട്ട് തന്നെ വരും എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ അടുത്ത വീഡിയോ നമുക്ക് സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് വരുമ്പോൾ പുതിയ ഷെയറുകളെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയ മേഖലകളെ കുറിച്ചോ ഒന്ന് സംസാരിക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ തന്നെ ഇരിക്കാം. ഒരു സംശയവും വിചാരിക്കേണ്ട. ഇന്ത്യൻ മാർക്കറ്റിനെ പ്രതീക്ഷയോടെ നോക്കി കാണാവുന്ന ഒരവസ്ഥ തന്നെയാണ്. അടിസ്ഥാനപരമായ സാമ്പത്തിക രംഗം ഒരു ചേഞ്ചും വന്നിട്ടില്ല.
ചേഞ്ച് വന്നിട്ടുള്ളത് ഉൽപാദനം അല്ലെങ്കിൽ അതിൻ്റെ എന്താ കൺസ്യൂമർ സ്പെൻഡിങ്ങിൽ ഇത്തിരി കുറവ് വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള ഇതിലാണ് ഇപ്പോൾ ഈ Q2 റിസൾട്ടുകൾ ഇത്തിരി മോശമായിട്ടുള്ളത്. അതിന് മാറ്റം വരും. ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ മൺസൂണൊക്കെ നല്ല ഭംഗിയായി കിട്ടിയിരിക്കുന്നു ഇന്ത്യയിൽ. അതുകൊണ്ട് റൂറൽ ഏരിയയിലെ കൺസംഷൻ കൂടുമെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ട്. ഈ ഒക്ടോബറിലെ ഉത്സവ സമയത്ത് തന്നെ നല്ല രീതിയിൽ വിൽപ്പന നടന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ അടുത്ത ക്വാർട്ടറോ അതിനടുത്ത ക്വാർട്ടറോ ഒക്കെ ഒരു മികച്ച പ്രകടനത്തിലേക്ക് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാനാണ് എനിക്കിഷ്ടം. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു മാന്ദ്യത്തിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുന്നില്ല. പിന്നെ ഈ അല്പാൽപമായ ചെറിയ ചേഞ്ചുകളെല്ലാം ക്വാർട്ടറിലും ഉണ്ടാകാറുണ്ട്, താഴോട്ട് പോകാറുണ്ട്, മുകളിലോട്ട് വരാറുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ്. ആ സംഭവ വികാസങ്ങളുടെ പേരിലാണ് ഈ കറക്ഷൻ ആകെ വന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് മാർക്കറ്റിന് അനിവാര്യമായ ഒരു കറക്ഷൻ ആയിരുന്നു. 10% കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നാൽ ഏത് ബുൾ മാർക്കറ്റിലും സംഭവിക്കേണ്ടതാണ്. സംഭവിക്കാതിരുന്നാൽ ആ മാർക്കറ്റിന് അങ്ങനെ ഉയർന്നു പോകാനാവില്ല, സ്ട്രെങ്ത് ഉണ്ടാവുമെന്ന് വിചാരിക്കില്ല. അതുകൊണ്ട് അടിസ്ഥാനപരമായ തകർച്ചയ്ക്ക് മുമ്പ് അടിസ്ഥാനം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് മാർക്കറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രതീക്ഷ കൈവിടാതെ തന്നെ നിങ്ങൾ മാർക്കറ്റിനെ സമീപിക്കുക. മാർക്കറ്റിലെ അവസരങ്ങൾ എപ്പോഴും ഉണ്ട്. ബിയർ മാർക്കറ്റ് ആയാലും ബുൾ മാർക്കറ്റ് ആയാലും അതിനനുസരിച്ച് നിങ്ങളുടെ സ്ട്രാറ്റജികൾ മാറ്റി വയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ബിയർ മാർക്കറ്റ് വന്നോട്ടെ, ബുൾ മാർക്കറ്റ് വന്നോട്ടെ, നമ്മളുടെ നോട്ടങ്ങളും നമ്മളുടെ കാഴ്ചപ്പാടുകളും അനുസരിച്ച് ഷെയറുകളെ അതിന് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വിജയിക്കാം. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം. സൺഡേ സ്റ്റോക്ക് ടോക്കിലൂടെ നമുക്ക് കാണാം അടുത്ത ദിവസം തന്നെ. അപ്പോൾ പുതിയ ഷെയറുകളെക്കുറിച്ചും നല്ല രീതിയിൽ മുന്നോട്ട് പോയ ഷെയറുകളെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. താങ്ക് യു. എല്ലാവരും സഹകരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ സഹകരണമാണ് എൻ്റെ ശക്തി. സബ്സ്ക്രൈബ് ചെയ്തും കമൻ്റ് ഇട്ടുമൊക്കെ സഹായിക്കുക. താങ്ക് യു. വീണ്ടും കാണാം.